നമസ്കാരം. ഇപിയുടെ ആത്മകഥാ വിവാദത്തിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. ഇപി ജയരാജൻ വിശദീകരണം നൽകിയേക്കും. മണിക്കൂറുകൾക്കകം വിശദാംശങ്ങൾ നമുക്കും ലഭ്യമായേക്കും. ഒപ്പം പാലക്കാട്ടെ ഇരട്ടവോട്ട് പരാതിയിൽ പരിശോധന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വഖഫ് വിഷയത്തിൽ ലീഗ് നിലപാട് തള്ളി രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സമസ്ത രംഗത്തെത്തിയെന്നതാണ് ഈ നിമിഷത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതിനിടയിൽ കേരളത്തിലെ മറ്റു വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ശബരിമല നട വൈകിട്ട് 4-ന് തുറക്കും. എല്ലാ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. പ്രധാന ചടങ്ങ് വൈകിട്ട് 5-ന്. സ്ഥാനാർത്ഥികളും കൽപ്പാത്തിയിൽ. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളത്തും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം. വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് 2 മരണം, 9 പേർക്ക് പരിക്ക്. കൊട്ടാരക്കരയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥിനിക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കി മന്ത്രി സജി ചെറിയാൻ. ഇടുക്കിയിലും തൃശൂരും കാട്ടാനയാക്രമണം. തൃശൂരിൽ വീടിന്റെ മതിലും ഗേറ്റും തകർത്തു. ശാന്തൻപാറ ചൂണ്ടലിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച ആനകൾ. ഇടുക്കി മരിയാപുരം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. പ്രതിരോധ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം പുത്തൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. കൊട്ടാരക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതിക്കാണ് പരിക്കേറ്റത്. ബസ് ജീവനക്കാരും പോലീസ് കസ്റ്റഡിയിലാണ്. ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? അതെ, തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഈ കുട്ടി കൊട്ടാരക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിലേക്ക് വരുമ്പോഴേ ഈ ബസ്സിലാണ് സ്ഥിരം വരുന്നത്. പ്രൈവറ്റ് ബസ്സിൽ വരുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. വാഹനത്തിൽ നിന്നും തെറിച്ചു വീണാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ വാഹനത്തിന്റെ ഡോറ് അടച്ചിട്ടില്ല എന്നുള്ളത് നമുക്കതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ വീണ ഉടനെ കുട്ടിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ കൊട്ടാരക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഈ വാഹനം ഓടിച്ച 2 ജീവനക്കാരെയും പുത്തൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ പോലീസിനോട് പറഞ്ഞത് ഈ ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കുന്ന ഡോറാണ് വാഹനത്തിലുള്ളത്. അപ്പോൾ ഡോറ് അടയ്ക്കാൻ കഴിയാത്ത വിധം വാഹനത്തിൽ തിങ്ങി നിറഞ്ഞ് ആള് നിന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഡോർ അടയ്ക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് അവർ മൊഴി നൽകിയിരിക്കുന്നത്. വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനീഷ്, ഈ കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ കുത്തി നിറച്ച് പരിധിയിലധികം ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നതൊരു പതിവ് കാഴ്ചയാണോ ഈ മേഖലയിലൊക്കെ? തീർച്ചയായും ആര്യ, ഈ കൊട്ടാരക്കര കരുനാഗപ്പള്ളി റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് സമീപത്ത് ഉയർന്നു വരുന്നത്. കാരണം ഇവരുടെ അമിത വേഗത, അതുപോലെ തന്നെ മത്സര ഓട്ടം, ഇതെല്ലാം വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് മുൻപ് കാരണമായിട്ടുണ്ട്. നിരവധി വഴിയാത്രക്കാരെയും വാഹനം ഇടിച്ചു തെറിപ്പിച്ച് വാഹനം എത്താതെ പോയി അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമാണെങ്കിൽ പോലും, ഈ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണുള്ള അപകടം ആണെങ്കിൽ പോലും ഇത് ഈ ജീവനക്കാരുടെ ഒരു വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത്, നിയമവിരുദ്ധമായി തന്നെ കൊണ്ടുപോകുന്നത്, വലിയ രീതിയിലുള്ള അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുത്തൂർ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. നടപടി തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വലിയൊരു ആവശ്യം. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുത്തൂരിലാണ് സംഭവം. സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനി തെറിച്ചു വീണ് പരിക്ക് പറ്റിയിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം. 2 പേർ മരിച്ചു. കേളകം മലയാമ്പടിയിലാണ് അപകടം നടന്നത്. കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി നാടകം കഴിഞ്ഞ് കായംകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. 14 പേരാണ് നാടക സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 9 പേർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
പത്തനാപുരത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പത്തനാപുരത്ത് സ്റ്റേറ്റ് ഫാമിന്റെ പറങ്കാവിൻ തോട്ടത്തിന് സമീപം പാറപ്പുറത്ത് ആഴ്ചകൾക്ക് മുമ്പ് 3 പുലികളുടെ സാന്നിധ്യം പ്രദേശവാസികൾ കണ്ടിരുന്നു. വനംവകുപ്പ് ഇവിടെ എത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുലിക്കൂട് സ്ഥാപിച്ചത്. ഒരാഴ്ചയായി ഇവിടെ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ പുലർച്ചെ പുലി കുടുങ്ങുകയായിരുന്നു. അവിടെ ജമ്പ് ചെയ്ത് ചാടുവേ, നല്ല ഫോഴ്സായിരിക്കും. വെട്ടം കാണിച്ചതാ? അല്ലല്ല, അതിനെ തുള്ളി ചാടുന്ന അതിന്റെ സൗണ്ട് ഇപ്പൊ കേക്കാം. കേട്ടോ കേട്ടോ? ആ പുലിയെ കണ്ട പാറയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ പുലികൾ പ്രദേശത്തുണ്ടോ എന്നറിയാനാണ് തെരച്ചിൽ നടത്തുന്നത്. ഇവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിയത്. മുള്ളനാ? ആ, മുള്ള ഉണ്ടാവും. തൃശൂർ കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. മതിലും ഗേറ്റും കാട്ടാന തകർത്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. മണിക്കൂറുകൾക്ക് ശേഷം ആന കാട് കയറി. കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ് പ്രദേശത്ത് കാട്ടാനകൾ വന്നു തുടങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വനംവകുപ്പ് അധികൃതരും മാടക്കത്തറ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി ശാന്തൻപാറ ചൂണ്ടലിൽ കാട്ടാന ആക്രമണം. ഏക്കർ കണക്കിന് പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. ഒരാഴ്ചയായി കാട്ടാന കൂട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 8 ആനകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടവും 5 എണ്ണമുള്ള മറ്റൊരു കൂട്ടവുമാണ് തമ്പടിച്ചിട്ടുള്ളത്. ആനകൾ വ്യാപക നാശം വരുത്തുന്നതോടെ വലിയ പ്രതിസന്ധിയിലാണ് പ്രദേശത്തെ കർഷകർ. ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. മരിയാപുരം പഞ്ചായത്തിൽ രോഗം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. ജില്ലാ ആസ്ഥാന മേഖലയായ മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഉൾപ്പെടെ പടർന്നു പിടിക്കുന്നുണ്ട്. മരിയാപുരം പഞ്ചായത്തിൽ 45 ദിവസത്തിനുള്ളിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ബാധിച്ച് മരിച്ചത് 3 പേർ. തടിയമ്പാട് മേഖലയും രോഗഭീതിയിലാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ വൻ പരാജയമാണ് ഈ കാണുന്നതെല്ലാം. കാരണം ഇത്രയ്ക്ക് പോലും സാഹചര്യം ഉണ്ടായി 2-3 പേര് മരണപ്പെട്ടിട്ട് പോലും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ പോലും ഇവിടുത്തെ മന്ത്രിയോ ഇവിടുത്തെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി, അതുകൂടാതെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. 1.5 മാസം മുൻപ് വീട്ടമ്മ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വിമലഗിരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവറും രോഗം ബാധിച്ച് മരിച്ചു. 5 ദിവസം മുൻപ് ഉപ്പുത്തോട് സ്വദേശിയുടെ മരണം എലിപ്പനി മൂലമെന്ന് സ്ഥിരീകരിച്ചു. രോഗം പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനം ഊർജിതമല്ലെന്നാണ് ആക്ഷേപം. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയം. കുറുവാ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. നിരവധി വീടുകളിൽ കയറാൻ ഇവർ ശ്രമിച്ചതായാണ് വിവരം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമല നട ഇന്ന് തുറക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. തിരക്ക് കണക്കിലെടുത്ത് വൈകിട്ട് 4 മണിക്ക് ശബരിമല നട തുറക്കും. നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിക്കുക. ദർശനത്തിനായി പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശന സൗകര്യം ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണി മുതലാണ് തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകുക. പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ 1 മണിക്ക് പ്രവേശനം
അനുവദിക്കും. അതിനുശേഷം 4 മണിക്കാണ് ദർശനം തുടങ്ങുക. 4 മണിക്ക് നട തുറക്കുന്നതോടുകൂടി ചില ചടങ്ങുകളുണ്ട്. PN മഹേഷ് നമ്പൂതിരി ഇപ്പോഴത്തെ മേൽശാന്തിയാണ് നട തുറക്കുക. 4 മണിക്ക് നട തുറന്ന ശേഷം അദ്ദേഹം ആഴി തെളിയിക്കും. അതിനുശേഷം ഈ നിയുക്ത മേൽശാന്തിമാരായ ശബരിമല മേൽശാന്തി അരുൺ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും 18ാം പടിക്ക് താഴെയെത്തും. അവരെ മുകളിലേക്ക് ആനയിക്കും. ആദ്യമായി പടി ചവിട്ടുന്നത് നിയുക്ത മേൽശാന്തിമാരാണ്. തുടർന്ന് അവരുടെ അഭിഷേകം, അതായത് അവരുടെ സ്ഥാനാരോഹണം, അതായത് മേൽശാന്തിമാരായുള്ള അവരോധിക്കൽ നടക്കും. അതിന് അത്തരം ചടങ്ങുകൾക്കായി നേതൃത്വം നൽകുന്നത് തന്ത്രി കണ്ഠരര് രാജീവരായിരിക്കും. അതിനുശേഷമാണ് ദർശനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 പേർക്കും അതുപോലെ നേരത്തെ ഉള്ള ഓൺലൈൻ ബുക്കിംഗ് വഴി 30,000 പേർക്കും ഇന്ന് ദർശനം സാധ്യമാകും. 40,000 പേർ ഇന്ന് ദർശനത്തിന് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം നേരത്തെ ദർശനത്തിന് വേണ്ടി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആളുകൾക്ക് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവർക്കത് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. അവർ ക്യാൻസൽ ചെയ്താൽ മാത്രമേ വീണ്ടും ഒരിക്കൽ അവസരം ലഭിക്കുകയുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടെ അത്തരം ആളുകളുടെ ക്യാൻസലേഷൻ കൂടി സ്പോട്ട് ബുക്കിംഗിനായി അനുവദിക്കും. അപ്പോൾ അത്രയും ആളുകൾക്ക് തന്നെ ദർശനത്തിനായി എത്താൻ സാധിക്കും. ഇത്തരത്തിലൊരു ക്രമീകരണം കൂടി നടത്തിയിട്ടുണ്ട്. അതേസമയം യാത്ര ക്യാൻസൽ ചെയ്യുന്ന ആളുകൾ വേറൊരു ദിവസം വേറൊരു സമയം അവർക്ക് സമയക്രമത്തിൽ എടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ദർശനം സാധ്യമാകും. അതുപോലെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം സുരക്ഷയ്ക്കൊപ്പം മാനുഷികമായ എല്ലാ പരിഗണനകളോടും കൂടി വേണം തീർത്ഥാടകരോട് പെരുമാറാൻ എന്ന് പോലീസിന് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പമ്പയിൽ ശ്രീരാമസങ്കേതം ഓഡിറ്റോറിയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് മുമ്പിലാണ് DGP ഇക്കാര്യം പറഞ്ഞത്. ആ തരത്തിൽ പോലീസിന്റെ പ്രവർത്തന രീതികൾ ക്രമീകരിക്കണം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 18ാം പടി വഴി പരമാവധി ആളുകളെ കയറ്റിവിടുന്നതോടൊപ്പം അവർക്ക് അസൌകര്യമില്ലാത്ത തരത്തിൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വേണം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ എന്നുകൂടി പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസും അതുപോലെ ദേവസ്വം ബോർഡുമായുള്ള ഏകോപനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, മികച്ച രീതിയിൽ അത് സാധ്യമാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതോടൊപ്പം ഭക്തർക്ക് കൂടുതൽ സമയം ദർശനത്തിന് വേണ്ടി അനുവദിച്ചത് എല്ലാവരെയും ഒരാൾ പോലും ദർശനം സാധ്യമാകാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വൃശ്ചികം 1 രാവിലെ കൃത്യം 3 മണിക്ക് തന്നെ നട തുറക്കും. 3 മണിക്കാണ് നട തുറക്കുന്നത്. 1 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം കൃത്യം 3 മണിക്ക് തന്നെ വീണ്ടും നട തുറക്കും. രാത്രി 11 മണി വരെ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 18 മണിക്കൂറാണ് ഇന്ന് ഒരു ദിവസത്തെ ദർശനം സമയം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം. അതുകൊണ്ട് തന്നെയാണ് 18 മണിക്കൂർ ദർശന സമയം കൂട്ടിയിരിക്കുന്നത്. വരുന്നൊരു 10-15 ദിവസം നിറഞ്ഞിരിക്കുകയാണ് വെർച്വൽ ക്യൂ. പക്ഷെ വെർച്വൽ ക്യൂ നിറഞ്ഞു പോയാലും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി അത് ഫോട്ടോ എടുക്കുകയും ആധാറിന്റെ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുവരണം. ആധാർ വാലിഡേഷനോടുകൂടി എങ്ങനെയാണോ വെർച്വൽ ക്യൂവിൽ ആധികാരികത വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ തത്സമയ ബുക്കിംഗിലും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പ്രകാരം പരമാവധി ഭക്തർക്ക് ഇവിടെ ദർശനം സാധ്യമാകും. ഇന്നു മുതൽ ഇനി 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദർശന കാലമാണ്, അല്ലെങ്കിൽ മണ്ഡല മഹോത്സവ കാലമാണ് നടക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തീർത്ഥാടകർക്ക് വന്ന് ദർശനം നടത്തി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അരവണം, അപ്പം, അരവണ തുടങ്ങിയ പ്രസാദങ്ങളുടെ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അക്കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയതായി PS പ്രശാന്ത് പറഞ്ഞു. അതോടൊപ്പം പുതിയ മേൽശാന്തിമാർ നാളെ നട തുറക്കും. നാളെ രാവിലെ 3 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും അതിനുശേഷം വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെയുമായിരിക്കും ദർശനം ഉണ്ടാകുക. ആകെ 18 മണിക്കൂർ നേരം ദർശനത്തിനായി ശബരിമല നട തുറന്നിരിക്കും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. അത് സുരേന്ദ്രനല്ലല്ലോ പറയേണ്ടത്, കേരളത്തിലെ BJP പ്രസിഡന്റ് അല്ലല്ലോ പറഞ്ഞത്, കേരളത്തിലെ BJP സംസ്ഥാന കമ്മിറ്റിയോടല്ലല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ, കൃത്യമായ കണക്കില്ല. അങ്ങനെ അല്ലല്ലോ. പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല, കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം, അവർ തന്നാലും മതി പണം. അല്ല BJP പ്രസിഡന്റിനോട് നമ്മളാര് സ്റ്റേറ്റ് ഗവൺമെന്റോ
അല്ലെങ്കിൽ ഈ സംസ്ഥാനം പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ? അല്ലല്ല, ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ പാർലമെന്റിനകത്ത് കേരളത്തിന്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും. അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട, ഞങ്ങൾ സമരം ചെയ്യാൻ. കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല അതിലൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ LDF-നെയോ CPM-നെയോ കൂട്ടുപിടിക്കില്ല. കാരണം എന്താ അറിയാം, ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ അപകടത്തിലാവും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട്. CPM-നെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല. അല്ല, ഇരട്ട വോട്ട് ചില വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഞങ്ങൾ പറഞ്ഞില്ല, BJP ജില്ലാ പ്രസിഡന്റ് ഇവിടെ വോട്ട് ചേർത്തേക്കുന്ന കാര്യം ഇവിടുത്തെ MP ആണ് വെളിവാക്കി. പിന്നെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റും പാർട്ടി ഓഫീസിൽ കുറേ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളാരും ചേർത്തിട്ടില്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഇവിടെ ചേർത്തേക്കണം. ഞങ്ങൾ ഓരോ ബൂത്തുകളിലെ ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണം എടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ 5500-ലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. LDF-ഉം BJP-യും കൂടി ചേർത്ത വോട്ടിൻ്റെ ഇരട്ടിയിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളാണ്. അതാത് ബൂത്തുകളിലെ ലിസ്റ്റ് ഞങ്ങൾ എടുപ്പിച്ച് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കണം. ഉറപ്പായിട്ട് ചെയ്യും. ഇവിടെ ഞങ്ങൾ ഇലക്ഷൻ്റെ തലേന്ന് തന്നെ ആ ലിസ്റ്റ് തയ്യാറാക്കി ഇലക്ഷൻ്റെ അന്ന് രാവിലെ മരിച്ചുപോയവരുടെ പേരുകൾ, ഓരോ ബൂത്തിലെയും മരിച്ചുപോയവരുടെ പേരുകൾ, ഒരു കാരണവശാലും ഇവിടെ വരാത്ത ആളുകളുടെ പേരുകൾ, വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരുകൾ, 3 വേറെ മണ്ഡലത്തിൽ വോട്ടും ഇവിടെ വോട്ടുള്ളവരുടെ പേരുകൾ, അത് 3ഉം അടയാളപ്പെടുത്തി ഞങ്ങൾ പ്രിസൈഡിങ് ഓഫീസർക്ക് ഞങ്ങളുടെ ബൂത്തിലെ ഏജന്റുമാർ കൊടുക്കും. അത് ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതാണ്. അത് പാലക്കാടും ഞങ്ങൾ ആവർത്തിക്കും. അല്ല, നിയമപരമായിട്ട് പോകും. എന്നെ പേടിപ്പിക്കണം നിയമപരമായിട്ട് നടപടി. ഞാൻ അന്വേഷിക്കാതെ ഒരു കാര്യം പറയില്ല. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു. അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. അതവിടെ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് വേക്കൻ്റായി, ഈ സീറ്റ് വേക്കൻ്റായി കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ വന്ന് ഈ പാലക്കാടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചോദിച്ചോ, വില്ലേജ് അതോറിറ്റീസിനോട് ചോദിച്ചോ, താലൂക്കിലെ ഇലക്ഷൻ അതോറിറ്റീസിനോട് ചോദിച്ചോ, ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അയാൾ ഇവിടെ സ്ഥിരതാമസക്കാരനാണ് കൊടുക്കണം. അതിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് താമസിക്കണം അവിടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് പറഞ്ഞില്ല, അവർ വിദേശത്താണ്. ഇദ്ദേഹമില്ല, ഇദ്ദേഹം ഇവിടെ ഇല്ലാതെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ല, അതൊക്കെ ആയിക്കോട്ടെ എന്ന്. പക്ഷെ അവിടെ 6 മാസമായിട്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്തീ പാലക്കാട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ, അല്ലാതെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? ഞാൻ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അത് അന്വേഷിച്ച് അത് മനസ്സിലാക്കി 100% ബോധ്യം വന്നിട്ടേ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കുന്നില്ല. 9 ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ഞാൻ പിണറായി വിജയനോ ME ഗോവിന്ദനോ EP ജയരാജനോ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അല്ല, ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞതിന് അത് നമുക്കിവിടെ വേറെ ആളെ ഏർപ്പാടാക്കി തരാം. ഇതെന്താണെന്നറിയോ, പാർട്ടിയിൽ നിന്ന് ആ ജില്ലാ സെക്രട്ടറി, ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും
വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഒരു പണിയും ചെയ്തില്ല ഇലക്ഷന് മുമ്പ് ഈ ജില്ലാ സെക്രട്ടറി, ഒരു പണിയും ചെയ്തില്ല. ഞങ്ങൾ നന്നായി ജോലി ചെയ്തു. വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ എല്ലാം, ഞാനിത് ആദ്യമേ പറഞ്ഞില്ലേ, ഞങ്ങൾ നന്നായി മുന്നൊരുക്കം നടത്തി. തെരഞ്ഞെടുപ്പ് നടത്താൻ അങ്ങനെയാണ്, നന്നായി മുന്നൊരുക്കം നടത്തി, നന്നായി ജോലി ചെയ്തു, ക്യാമ്പുകൾ നടത്തി. എന്തിനാ ഞങ്ങൾ പുറത്ത് പോയി വോട്ട് ചേർക്കണത്? ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങൾ ചേർത്ത ഓരോ വോട്ട് പോലും പുറത്തേ പിന്നെ ഞങ്ങൾക്ക് ഒരു 5000 വോട്ട് ചേർക്കാൻ പാടില്ലായിരുന്നു പുറത്തുനിന്ന്. ഇവിടെയുള്ള വോട്ടുകളാണ് ഞങ്ങൾ ഓരോ ബൂത്തിലും ചെയ്ത്. ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റില്ല. ഒരു 2000-2000 വോട്ട് ചേർക്കാൻ പറ്റിയുള്ളൂ. നന്നായി നടന്നില്ല. അത് ചേലക്കരയിൽ തീരെ നടന്നില്ല. അവിടെ 6500-ലധികം വോട്ട് ചേർത്തു. ഒരു പരാതിയില്ലല്ലോ, അവിടെ ഒരു പരാതി ആർക്കും ഉണ്ടായില്ലല്ലോ. ഉറപ്പായിട്ട് അതൊക്കെ ഞങ്ങൾക്ക് നല്ല സിസ്റ്റം ഉണ്ട് അതിൻ്റെ അകത്ത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ചേർത്ത വോട്ടർമാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫോണിൽ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ വന്നാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും BLO-മാരുമാണ് അതിലെ കുറ്റവാളികൾ. അത് ഇതിന് ശേഷം ഈ ചേർത്തവർക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം. അല്ലാതെ ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ എനിക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ID കാർഡുമായിട്ട് വന്നാൽ അയാളെ വോട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ആദ്യം തടയേണ്ടത് LDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ. ജില്ലാ സെക്രട്ടറി തടയണമെങ്കിൽ ആദ്യം പോയി ആദ്യത്തെ വ്യാജ വോട്ട് പുള്ളിയുടെയാണ്. ഏറ്റവും അവസാനം ചേർത്തേക്കുന്ന വോട്ടാ ആ ബൂത്തിലെ 88ാമത്തെ ബൂത്തിലെ. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ CPM ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളം ഉണ്ടാക്കുക. പാർട്ടിയിലെല്ലാം വ്യാജ വോട്ട്. ഇവിടെ അവർ ചേർത്തേക്കണ വ്യാജ വോട്ടാണ്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത്, ഇവരാരും മുൻകൈ എടുത്ത് ചേർത്തല്ല. ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. പ്രതിപക്ഷ നേതാവായ എനിക്ക്, ഷാഫി പറമ്പിലിന്, ശ്രീകണ്ഠൻ, ഞങ്ങളെല്ലാവരും കൂടി, DCC പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെടേണ്ട കാര്യമില്ല. വേറെ എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി. അതിൽ അവസാനത്തെ നാടകം 18-ാം തീയതി ആവർത്തിക്കട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയുള്ളത്, തിരിഞ്ഞു കയറും. എല്ലാം തിരിഞ്ഞു കയറിയല്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഈ മന്ത്രിയും ഒരു ലോബിയാണ്, CPM-ലെ ഒരു ലോബിയാണ്. മന്ത്രി, അളിയൻ, ജില്ലാ സെക്രട്ടറി, ഇത് CPM-ലെ ഒരു ലോബിയാണെന്ന് തെളിഞ്ഞല്ലോ. അവരാണ് പെട്ടി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത്, മറ്റേ നീലപ്പെട്ടി. കൃഷ്ണദാസാണ് പറഞ്ഞത് പെട്ടി ദൂരത്ത് എറിയടാന്ന് പറഞ്ഞത്. അത് 2 ലോബിയാണ് CPM-ന്റെ അകത്ത്. ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കൊഴിഞ്ഞാമ്പാറയിൽ 100 പാർട്ടി മെമ്പർമാർ വന്ന് വെല്ലുവിളിച്ചത്. ഒന്നും ചെയ്തില്ലല്ലോ അവർക്കെതിരെ നടപടി. CPM-ൽ പതിവുള്ള കേസാണ്. 100 പാർട്ടി മെമ്പർമാർ വന്ന് ഒരു ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു. ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലേ, DGPക്ക് കൊടുത്ത പരാതിയിൽ DC ബുക്സിന്റെ പേരിലല്ലോ. ഇല്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് 3ാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ്. അംശത്തിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് പോലത്തെ ഒരു സ്ഥാപനം ചെയ്യില്ല. ഇത് ആത്മകഥയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട്. അത് എന്താണ്, ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞല്ലോ. ഇത് പുറത്തു പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത്. പുറത്തു കൊടുത്ത ആരാണെന്ന്, EPയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതി. അത്രമാത്രമേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ, അതിൻ്റെ അകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ്. ആരാന്ന് പാർട്ടിയുടെ നേതാവ്? പിണറായി വിജയൻ.
പാർട്ടിയുടെ അനുമതിയോട് കൂടിയാണ് ദേശാഭിമാനി ബോണ്ട് സാന്റിയാഗോ മാർട്ടിന്റെ 2 കോടി രൂപ ബോണ്ട് പാർട്ടിയുടെ. എന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കിയില്ല. അന്ന് ഈ പാവത്തെ ബലിയാടാക്കി. പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് 2 കോടി ദേശാഭിമാനിയുടെ അക്കൗണ്ടിൽ വന്നത്. എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി. അല്ല, അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ. EP എപ്പോഴും സത്യം പറയും. ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടല്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്. ആ സ്ഥാനാർത്ഥി പോലും ഇരുന്നാൽ ചിരിച്ചു പോകുമായിരുന്നു. സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഇതിലേതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല. അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ ഉദാരശീലനായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും. ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ മാതിരി ഇന്നലത്തെ EP ജയരാജൻ ഈ പാലക്കാട് വന്ന LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ്. ഞാനത് നന്നായിട്ട് ആസ്വദിച്ചു. അല്ല, അതൊക്കെ ആത്മകഥയിൽ എഴുതി വെച്ച എന്താ, അവസരവാദിയാണ്, ഇരുണ്ടു നേരം വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ അവസരവാദിയെന്ന് എഴുതി വെച്ചിട്ട് പാർട്ടി പോയി തിരിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തമാശകളിൽ പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ്. അനുമോദന യോഗത്തിലോ അനുശോചന യോഗത്തിലോ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലുള്ളൊരു പ്രസംഗം തയ്യാറാക്കി അദ്ദേഹത്തിന് അവരെ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അദ്ദേഹം അത് പറഞ്ഞു. അല്ല, മനസ്സിന്ന് പറയുന്നതല്ല. എനിക്കതൊന്നും തോന്നുന്നില്ല. അദ്ദേഹം അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തുടരാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കും. നിർത്തില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിർത്തില്ല എന്നുള്ള മട്ടിലുള്ള അടുത്ത വാർത്തകൾ വരുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞില്ല. അപ്പം അദ്ദേഹം ആലോചിക്കട്ടെ. ഞാനിപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പറഞ്ഞില്ല, പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ. അദ്ദേഹം ഇങ്ങനെ സത്യം പറയുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ വലിയ ഇതാണ്. ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും, അത്രയേ ഉള്ളൂ. അതൊന്നും നമ്മൾ അങ്ങനെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശ്വാസ്യതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യരുത്. ഞാനൊന്നും പറയില്ല. അല്ല, അത് എനിക്ക് ഇപ്പോൾ ഉള്ള സൂചനകൾ അതാണ്. അല്ല, അത് അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഉചിതമായ സമയത്ത് ആലോചിക്കാം. ഞാൻ പറയും, ഞങ്ങൾ സാധാരണ വാതിൽ തുറന്നുവിടാറുമില്ല, വാതിൽ അടയ്ക്കാറുമില്ല. അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വോട്ടുകളും വന്ന് ചെയ്തു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പിന്നെ വയനാട് പോലുള്ള വലിയൊരു ഏരിയയല്ലേ, നമ്മൾ ഒന്നും കൂടി അത് തീർച്ചയായിട്ടും പഠിക്കും. ഒരു വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവണം. വാശി വേണ്ടേ? നമ്മളെങ്ങനെയാണ് വാശി ഉണ്ടാണ്? അങ്ങനെ ഒരു വാശി അവിടെ നടന്നില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും വോട്ടിന് ജയിക്കുമെന്ന് എതിരാളികൾ പോലും പറയുന്നൊരു സാഹചര്യത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. മറിച്ചിപ്പോൾ ചേലക്കരയിൽ എന്താ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാൾ 12,000 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു. 12,000 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടു ഇല്ലേ? ആ വ്യത്യാസം അതാ. അവിടെ ഒരു നല്ല വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നടന്നു. അല്ല, അത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത അവിടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി ഇവിടെ ഉള്ളവരല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളെയും ചേർത്തിട്ടില്ല. ഞാൻ ഇതെല്ലാം ഇന്നലെ അന്വേഷിച്ചു. പാർട്ടി സംവിധാനം വഴിയാണോ ചേർത്തതെന്ന്? പാർട്ടി സംവിധാനം വഴിയല്ല ചെയ്തത്. അല്ല, അന്നും അദ്ദേഹം BJPയിൽ സീറ്റ് അന്വേഷിക്കണ്ടല്ലോ. അപ്പോൾ BJPയുടെ സഹായം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കോൺഗ്രസ് വഴിയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അല്ല, അതെനിക്കറിയില്ല. അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്.
കോൺഗ്രസിന്റെ അന്നല്ല, ഇദ്ദേഹം BJP-യിലും CPM-ലും എല്ലായിടത്തും പോയി അന്വേഷിച്ചു.